അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമുക്കിന്നൊരു പ്ലെയിൻ ബിരിയാണി, അതായത് കുസ്കൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിനായി ആദ്യം തന്നെ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് സാധാരണ കുക്ക് ചെയ്യാറ്. നിങ്ങൾക്ക് പാൻ വേണമെങ്കിൽ അത് കൊടുക്കാം കേട്ടോ. കുക്കർ ചൂടായി വരുന്ന ടൈമിൽ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഓപ്ഷനിലാണ്, ഇഷ്ടമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കേണ്ട. നെയ്യ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും മതി. ഇനി നല്ലെണ്ണ ഉള്ളവർക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. റൈസിന് ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയി കിട്ടും. ഇനി ഇതിലേക്ക് നല്ല നൈസായിട്ട് തിന്നായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുക്കർ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം സവാള ചേർത്ത് കൊടുത്തിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. അതും ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് അരിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾ പാനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വേവിച്ച് കിട്ടാൻ എളുപ്പത്തിന് ഒന്നും കൂടി നൈസായിട്ട് തിന്നായിട്ട് അരിയുക. ഞാൻ നോർമലി തിന്നായിട്ടാണ് അരിയൽ, അപ്പോൾ അതുപോലെ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് അരിഞ്ഞുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്. എരിവ് ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, വേണ്ടാത്തവർക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മുളക് പൊടി ഇട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് മൈസൂർ മല്ലി, ഞങ്ങളുടെ നാട്ടിലൊക്കെ മൈസൂർ മല്ലി എന്ന് പറയാം. നല്ല സ്മെല്ലും അതുപോലെ തന്നെ ടേസ്റ്റും കിട്ടും റൈസിനൊക്കെ. ബിരിയാണിക്ക് യൂസ് ആക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇറച്ചിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഇലയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാൻ ഇവിടെ റെഡിമെയ്ഡ് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഹോം മെയ്ഡ് ചേർത്ത് കൊടുത്താലും മതി. ഹോം മെയ്ഡായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വല്ലാണ്ട് കരിയാതെ നോക്കണം. ഇതൊക്കെ ചേർക്കുമ്പോഴും തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ സാൾട്ട് ടു ടേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിന് മുളക് പൊടി. നമ്മൾ ഓൾറെഡി മുളക് ചേർത്തുകൊണ്ട് മുളക് പൊടി ചേർക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ചേർക്കുക, അല്ലെങ്കിൽ എരിവ് ഓടിപ്പോവും. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ആയി. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഞാൻ അതെപ്പോഴും പറയുന്നത്, ലോ ഫ്ലെയിമിലല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒരു കരിഞ്ഞ ഫീലായി പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നീട് നമ്മുടെ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങയും കൂടി പിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളകി നമ്മൾ കഴുകി വെച്ച ബിരിയാണി റൈസും എടുക്കാം. അല്ല നിങ്ങൾക്ക് വേറെ റൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് റൈസിലും ചെയ്തെടുക്കാവുന്നതാണ്. ബിരിയാണി റൈസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഞാനിവിടെ ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ റൈസൊക്കെ ഇട്ട് കൊടുത്തു. ശേഷം നമ്മളിട്ട വെജിറ്റബിൾസും പിന്നെ അതേപോലെ തന്നെ മസാലപ്പൊടികളും ഇട്ട് കൊടുത്ത റൈസും എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, എന്തിനാണ് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് റൈസ് ഇടണേന്ന്, വെള്ളം ഒഴിച്ചിട്ടല്ലേ ഇടേണ്ടതെന്ന്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ ഒരു വറുത്ത ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും റൈസിന്. ഇനി നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിലേക്ക് റൈസ് ഇടാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആ മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇളക്കി നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ഇളക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ശേഷം കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് തുറന്ന് നോക്കിയാൽ നമ്മുടെ കുസ്ക, അതായത് പ്ലെയിൻ ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനൊക്കെ ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ബൈ.